ഒരു ബസ് വന്നിട്ട് നിർത്തിയിട്ടിരിക്കണേ, അതായത് ലിറ്ററലി ഒരു ബ്ലോക്കിൽ. ഞാൻ ആ വീഡിയോ ഇതിൽ ഷെയർ ചെയ്ത് എന്താ വെച്ചാൽ ആ ബസ്സിന്റെ ബ്രാൻഡും സാധനങ്ങളും കാണും. എനിക്കൊരാളെ ഡീഫെയിം ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് തുറന്നടിച്ച് പറയാനുള്ള ഒരു കാര്യം, പറ്റുമെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ആ ഡ്രൈവർ വന്ന് കുത്തി എൻ്റെ ഉപ്പാൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ ഒന്ന് ഇടിച്ചിട്ട് വണ്ടി ഒന്നായിട്ട് മുന്നിൽ പോയിട്ട് മുന്നത്തെ വണ്ടിക്ക് ഇടിച്ച് ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായത്. അതിപ്പം ആ ഡ്രൈവറിൻ്റെ വാപ്പിയമ്മയാണ് മുന്നത്തെ കാറിലെന്നുണ്ടെങ്കിൽ ഓൻ അങ്ങനെ ചെയ്യോ? ഞാൻ അന്ന് ആ അപകടം ഉണ്ടായ ടൈമിൽ ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നിടത്ത് ഞാൻ റിട്ടേൺ പോകുന്ന നേരെ നിലമ്പൂർ എത്തിയിട്ട് ഞാൻ സ്റ്റേഷനിലെത്തി. ഞാൻ ഡ്രൈവറിനെ കണ്ട് ഫസ്റ്റ് ചോദിച്ചു. ഓൻ ഇങ്ങനെ ന്യായം പറയാം, അങ്ങോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ വാപ്പി ഇമ്മയാണ് മുന്നത്തെ വണ്ടിയിൽ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് എൻ്റെ ബസ്സും കൊണ്ട് ഞാൻ ഇപ്പോൾ 2 ഇഞ്ചിന് വേണ്ടി ഓടാനുള്ളത്. ഇതിപ്പം എന്താ പറയുക, ഒരു അന്നത്തെ അന്നോ എന്താ പറയുക, ഒരു വാക്കുണ്ടല്ലോ, എന്തോ ഒരു വാക്കുണ്ട്, ആ വാക്ക് കമന്റ് ചെയ്യട്ടോ. എന്തോ ഒരു വാക്കുണ്ട്, പ്രൈവറ്റ് ബസ്സുകാർ സ്പീഡ് വിട്ടണതിന് ഓൽക്ക് അതിനൊരു കാരണമുണ്ട്. അന്നത്തെ ഒരു തല മറുതല കൂട്ടിമുട്ടിക്കണതിനാണെന്ന് പറയും. അപ്പം ഞാൻ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് ബസ്സിലത്തെ ഉപ്പാൻ്റെ വാപ്പാൻ്റെ ഇമ്മാൻ്റെയും ഇരിക്കണ വണ്ടിക്ക് ഞാൻ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബസ് കൊണ്ടാണ് കയറ്റിയിട്ട് ഓലെ തല പോയി സ്റ്റിയറിംഗ് മടിക്കണ അവസ്ഥയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചൂടുണ്ടാവും വെച്ചു. നിങ്ങൾ എൻ്റെ പോലെ സൗമ്യനായിരിക്കും വെച്ച്. അതിന് മുമ്പിലേക്ക് ഒന്നും പറയില്ല. അതിൽ അത് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവസാനം നമ്മളെന്താ വെച്ചാൽ സംഭവം കേസാക്കി. ഇപ്പോൾ വണ്ടി കേസിലാണ് കിടക്കുന്നത്. പക്ഷെ ഇനി ഇതിപ്പോൾ ക്ലിയർ ചെയ്ത് നമ്മളെന്നെ നന്നാക്കി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് കോടതി പോയി വാദിച്ചതിനുള്ള പൈസ തിരിച്ചു പിടിക്കണം. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇപ്പച്ചി പാവം നന്നാക്കിപ്പിച്ച വണ്ടിയുണ്ടോ. ജൂണിൽ ഇപ്പം മെയ് ലാസ്റ്റായി, ജൂണിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പച്ചി സ്കൂളിൽ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഒറ്റയ്ക്ക് വളരെ സേഫായിട്ട്. ഈ വണ്ടിയൊന്നും ഒരു 80ൻ്റെ മുകളിൽ 60ൻ്റെ മുകളിൽ കടന്ന ചരിത്രം ഈ വണ്ടിക്ക് ഉണ്ടാവില്ല. നിർത്തിയിട്ട വണ്ടീൻ്റെ ബാക്കിലൊന്ന് ഇടിച്ചിട്ടാണ് ഈ പരിവാക്കി കേട്ടോ. അതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. നിർത്തിയിട്ട വണ്ടീൻ്റെ ബാക്കിലൊന്നും ഇടിച്ചിട്ട് ഈ കോലത്തിലാക്കിയപ്പം